കോൺഗ്രസ് വ്യാപകമായ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനം ഇപ്പോഴും ഉയരുകയാണ്. ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ പരാജയഭീതിയാണ് രാഹുലിന്റെ അമേഠിയിൽ നിന്നുള്ള പിന്മാറ്റമെന്ന ആക്ഷേപം ശക്തമാവുന്നു. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്വാതി സന്തോഷ് നൽകും സമഗ്രമായ റിപ്പോർട്ട്. കാവ്യ, കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന അവർ അവകാശപ്പെടുന്ന അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വലിയ തരത്തിലാണ് കോൺഗ്രസിന് എതിരെ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ മാറ്റി പരീക്ഷിക്കുന്നതിൽ ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും വലിയ തരത്തിലുള്ള പരാജയ ഭീതിയാണ് കോൺഗ്രസ് നേരിടുന്നതും എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ BJP വലിയ പ്രചാരണ ആയുധമായി തന്നെ എടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി തന്നെയാണ് ഇത്തവണയും ആ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഈ വിഷയത്തെ വലിയ തരത്തിൽ പ്രചരണ ആയുധമായി എടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുന്ന മണ്ഡലങ്ങളായിരുന്നു 2004 മുതൽ സോണിയാഗാന്ധിയുടെ കുത്തകയായി വെച്ചിട്ടുള്ള റായ്ബറേലിയിലേക്കാണ് ഇപ്പോൾ രാഹുൽ മത്സരിക്കുന്നത്. എന്തായാലും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു പോര് നടക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ചത് വഞ്ചനയാണെന്നതടക്കമുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ സമയമെടുത്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിന്നു. അതിനുശേഷം വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് അവസാന നിമിഷം, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞത് എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇതിനെയൊക്കെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ജനങ്ങളോട് ചെയ്ത വഞ്ചനയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത വലിയ വഞ്ചനയാണ്, വയനാട്ടിലെ ജനങ്ങളോട് ചെയ്ത വഞ്ചനയാണ് എന്ന മറ്റു പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ഇലക്ഷൻ കഴിയുന്നതുവരെ മനഃപൂർവ്വം ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിച്ചതാണെന്നുള്ള അടക്കമുള്ള പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മണ്ഡലങ്ങളിൽ ഈ മാസം 20-ാം തീയതിയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, വോട്ടെടുപ്പ് നടക്കുന്നത്. ആ വോട്ടെടുപ്പിൽ ജനങ്ങൾ എങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളെ വിധി എഴുതുക എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാവ്യ.